ആചാര്യ TV ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ ആചാര്യ TVയിലൂടെ ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. പരദേവതകളെ എങ്ങനെ പ്രസാദിപ്പിക്കാം, അതാണ് ഇന്നത്തെ വിഷയം. ഹിന്ദു ആചാരപ്രകാരം പരദേവതകളെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പരദേവതകൾ ചിലവർക്ക് അത് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഏതാണ്ട് 75% ഹിന്ദു കുടുംബങ്ങൾക്കും അവരുടെ പരദേവത ഏതാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ പരദേവതകളെ എങ്ങനെ പ്രസാദിപ്പിക്കാം, പരദേവത പ്രീതി നേടാം എങ്ങനെ? കുടുംബൈശ്വര്യം തരുന്നത് പരദേവതയാണ്, ഇല്ലേ? ഒരു കുടുംബത്തിൻ്റെ ദേവതയെന്ന് പറഞ്ഞാൽ പരദേവതയാണ്. ആ കുടുംബത്തെ സംരക്ഷിക്കുന്നത് ആ പരദേവതയാണ്. കുടുംബം പാരമ്പര്യമായി ആരാധിച്ചു വരുന്ന ദേവതയാണ് പരദേവത എന്ന് പറയുന്നത്. അതായത് കുടുംബം പാരമ്പര്യമായി, അതായത് 7 തലമുറ, ചുരുങ്ങിയത് ഒരു 7 തലമുറ ആരാധിച്ചു വരുന്ന, പരമ്പരാഗതമായി ആരാധിച്ചു വരുന്ന ഒരു ദേവനോ ദേവിയോ ഉണ്ടാവും, ഇല്ലേ? അതാണ് ആ കുടുംബത്തിൻ്റെ പരദേവത. ആ ദേവനോ ദേവിയോ എവിടെയാണെന്ന് കണ്ടെത്തിയാലാണ് നമ്മുടെ പരദേവതയെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ പലർക്കും ഇത് കുടുംബത്തിൻ്റെ പരദേവതയെ കാണാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് അതിൻ്റെ ദുരാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആരാധിച്ചു വരുന്ന 7 തലമുറ ആരാധിച്ചു വരുന്ന ദേവനോ ദേവിയോ അതാണ് പരദേവത. വീടുകളിൽ ക്ഷേത്രമുണ്ടെങ്കിൽ ആചാരങ്ങൾ തെറ്റാതെ ദേവതയെ പരിപാലിക്കണം. വീടുകളിൽ ക്ഷേത്രമുണ്ടെങ്കിൽ, എല്ലാവർക്കും കുടുംബക്ഷേത്രം ഉണ്ടായെന്ന് വരില്ല, അവരുടെ പരദേവത വേറെ ക്ഷേത്രങ്ങളിലായിരിക്കും, ഇല്ലേ? വീട്ടിൽ തന്നെ ക്ഷേത്രം ഉണ്ടായിട്ട് പരദേവത പ്രതിഷ്ഠ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ വീടുകളിൽ ക്ഷേത്രമുണ്ടെങ്കിൽ ആചാരങ്ങൾ തെറ്റാതെ ദേവതയെ പരിപാലിക്കണം. പൂർവികർ ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ വിസ്മരിക്കരുത്. നമ്മൾക്ക് പൂർവികർ ചെയ്തു തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിസ്മരിക്കരുത്. ക്ഷേത്രശുദ്ധി കർശനമായി പാലിക്കണം. അതായത് പൂർവികർ കാണിച്ചു തന്നിട്ടുള്ള ആചാരങ്ങൾ ഒന്നുപോലും തെറ്റാതെ പരദേവതയ്ക്ക് സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ ആചാരങ്ങളോടൊപ്പം ക്ഷേത്രശുദ്ധിയും കർശനമായി നമ്മൾ പരിപാലിക്കണം. നിത്യാരാധന ഉണ്ടെങ്കിൽ മുടക്കരുത്. നിത്യാരാധന, നമ്മുടെ പരദേവതാ സ്ഥാനത്ത് നിത്യാരാധന ഉണ്ടെങ്കിൽ നമ്മളത് മുടക്കുന്നത് കുടുംബത്തിന് നല്ലതല്ല. പുല, വാലായ്മ മുതലായ സമയത്ത് അത് ശ്രദ്ധിക്കണം. പുല, വാലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ നിത്യാരാധനയുള്ള ക്ഷേത്രങ്ങളിൽ അത് ചെയ്യാൻ പാടില്ല, അത് കഴിയണം. ആ വാലായ്മ തീരണം. നിവേദ്യം അതിൻ്റേതായ സമയത്ത് സമർപ്പിക്കണം. അപ്പോൾ പരദേവതയ്ക്ക് നിവേദ്യം സമർപ്പിക്കുന്ന കുടുംബക്ഷേത്രങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ക്ഷേത്രങ്ങളിലാണെങ്കിൽ തന്നെയും ആ പരദേവതയ്ക്ക് നിവേദ്യം അതിൻ്റേതായ സമയത്ത് നൽകണം. ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഒരു സമയം ക്ലിപ്തതയുണ്ട്. ഇന്ന സമയത്ത് ഇന്ന ദേവതയ്ക്ക് ഇന്ന സമയത്ത് നിവേദ്യം സമർപ്പിക്കും, ഇല്ലേ? അത് കഴിഞ്ഞാണ് മറ്റു ജാതിക്കുന്നത്. അങ്ങനെയുള്ള ആ കാര്യങ്ങളിലുള്ള കൃത്യനിഷ്ഠത വേണം. മുഷിഞ്ഞു കീറിയ ഉടയാടകൾ ധരിപ്പിക്കരുത്. ഈ മുഷിഞ്ഞതും കീറിയതും ഒക്കെ ശുദ്ധിയില്ലാത്ത ഉടയാടകളൊന്നും ദേവതകളെ ധരിപ്പിക്കരുത്. നിവേദ്യത്തിൽ ചേർക്കേണ്ട ചേരുവകൾ ചേർക്കണം. നിവേദ്യ സംബന്ധമായി ഇപ്പോൾ ഒരു പായസം തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഒരു പാൽപ്പായസം, അല്ലെങ്കിൽ ഒരു കടും പായസം, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ ശർക്കര പായസം എന്ന് പറയും. അങ്ങനെയുള്ള കാര്യങ്ങൾ, നിവേദ്യങ്ങൾ, അതേപോലെ തന്നെ അവല്, മലര്, ശർക്കര, പഴം, ഇങ്ങനെയുള്ള പല നിവേദ്യങ്ങളുണ്ടല്ലോ. ഇതിലെല്ലാം ചിലത് എല്ലാം കൂടി വരുന്ന ചില നിവേദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചേർക്കേണ്ടതായ കാര്യങ്ങൾ ചേർക്കണം. എന്നാലേ അത് ഭഗവാന് അല്ലെങ്കിൽ ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യമാവുകയുള്ളൂ. അപ്പം നിവേദ്യത്തിൽ ചേർക്കേണ്ട ചേരുവകൾ ചേർക്കണം. നിവേദ്യം ഒരിക്കലും കുഴിച്ചു മൂടരുത്. ഇപ്പം ക്ഷേത്രത്തിൽ ചില ക്ഷേത്രക്കാരെ സംബന്ധിച്ചിടത്തുള്ള കാര്യമാണ്, നമ്മൾ നിവേദ്യം സമർപ്പിക്കും.
നിവേദ്യം വഴിപാട് നടത്തും. കുടുംബത്തിൽ നിന്ന് ചെന്ന് വഴിപാട് എഴുതും. ഇപ്പോൾ പാൽപ്പായസം, അല്ലെങ്കിൽ മറ്റേ ശർക്കര പായസം, അല്ലെങ്കിൽ അതേപോലെ തന്നെ കടും പായസം, ഇതെല്ലാം നമ്മൾ നടത്തും ഇല്ലേ? അല്ലെങ്കിൽ അവൽ നിവേദ്യം, ഇതൊക്കെ നടത്തും. നടത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നിവേദ്യം വാങ്ങാൻ ഈ നടത്തുന്നവർ ചെന്ന് വാങ്ങണ്ടേ? ചിലവർ ചെല്ലാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ക്ഷേത്രത്തിലെ ഒരു ശാന്തിക്കാരൻ അവിടെ ഒരു ദേവപ്രശ്നം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കണ്ടപ്പോൾ അദ്ദേഹത്തോട് ആ ദൈവജ്ഞന്മാർ ആ ക്ഷേത്രശാന്തിയെ വിളിച്ചു ചോദിച്ചു, ഇവിടെ നിവേദ്യത്തിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്താണിത് ശാന്തി എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം എന്താണ്? അതായത് നിവേദ്യം പലപ്പോഴും കുഴിച്ചു മൂടേണ്ടി വരുന്നുണ്ട് എന്ന്. അതായത് അവർ വാങ്ങാൻ വരില്ല. അപ്പം നമ്മൾ എത്ര പേർക്ക് കൊടുക്കും? പലർക്കും കൊടുത്ത് തീർക്കാൻ നോക്കും. പക്ഷേ എന്നാലും തീരാണ്ട് വരുമ്പോൾ അത് ചിലപ്പോൾ കുഴിച്ചു മൂടേണ്ടതായിട്ട് വരും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ഇടവരരുത്. അത് ദേവപ്രീതിക്ക്, നമ്മുടെ ദേവപ്രീതിക്ക്, പരദേവത പ്രീതി ഇല്ലാതാക്കുന്ന ഒരു വിഷയമാണ്. അപ്പം നിവേദ്യം നടത്തുന്നവർ അപ്പം ആ നിവേദ്യത്തെ അത് വാങ്ങണം, നിവേദ്യം വാങ്ങിക്കൊണ്ട് പോകണം. അത് ശാന്തി അത് അങ്ങനെ വാങ്ങാതിരുന്നാൽ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുത്ത് നിവേദ്യം ഒരിക്കലും കുഴിച്ചു മൂടാനോ നശിപ്പിക്കാനോ ഇടവരുത്തരുത് എന്നാണ്. ഈ പരദേവതാ പ്രീതി സംബന്ധിച്ച് എങ്ങനെയൊക്കെ പരദേവതകളെ പ്രസാദിപ്പിക്കാം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താൽ പരദേവതാ പ്രീതി നമുക്ക് നേടാൻ സാധിക്കും. എല്ലാ പരദേവതകളെ കൊണ്ടും എല്ലാ കുടുംബങ്ങൾക്കും സർവൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.